السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അക്രമികൾ സുഖത്തിൽ ആറാടിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ചിലർക്കൊക്കെ തോന്നിപ്പോകാനിടയുണ്ട്, അള്ളാഹുവിൻ്റെ താക്കീത് എന്തേ അവരുടെ ജീവിതത്തിൽ വരാത്തത്? എന്നാൽ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അവരെ അന്തിമമായി പിടികൂടാൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു നാളിനെ തുറന്നു കാട്ടുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ നാളെത്തിയാൽ പിന്നെ ഒരു താമസവുമില്ല, ഒരു മോചനവുമില്ല. ഭയം കൊണ്ട് കണ്ണു തള്ളിപ്പോകുന്ന ആ ഭയങ്കര നാളിൽ അക്രമികളെ മുഴുവനും അള്ളാഹു പിടികൂടും. അടച്ചു വെക്കാനോ അനക്കാനോ കഴിയാത്ത വിധം ഭയവും ആശ്ചര്യവും പരിഭ്രമവും മൂലം കണ്ണുകൾ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. ഒന്നും ശ്രദ്ധിക്കാനോ ആരിലേക്കും തിരിഞ്ഞു നോക്കാനോ സാധിക്കാത്ത വണ്ണം അവരവിടെ തിക്കിത്തിരക്കും. അനങ്ങാൻ പറ്റാത്ത നിർബന്ധിതരായി തല നീട്ടിപ്പിടിച്ച് അങ്ങുമിങ്ങും പായും. ഭയത്തോടുകൂടി ഉള്ള ദൃശ്യങ്ങളിലായിരിക്കും അവരുടെ കണ്ണ് ചെന്ന് തറക്കുക. പിന്നെ ആ കണ്ണുകൾ തിരിച്ചു വരികയുമില്ല. യാതൊന്നും ഉൾക്കൊള്ളാനോ സൂക്ഷിച്ചു വെക്കാനോ ഓർമ്മ വെക്കാനോ സാധിക്കാത്ത വിധം അവരുടെ ഹൃദയങ്ങൾ ശൂന്യമായിരിക്കും, പൊള്ളയായിരിക്കും. ആ ഒരു ദുഷ്കര നാളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അക്രമികളുടെ കാലാവധി നീട്ടിവെച്ചിരിക്കുകയാണ്. ഭയപ്പാട് ദയനീയമായ ഇത്തരമൊരു നിൽപ്പ് അന്നാണ് അവർ നിൽക്കേണ്ടി വരിക. അഥവാ കഴുകൻ്റെ കണ്ണിൽപ്പെട്ട കുഞ്ഞിക്കിളിയെപ്പോലെ നാലുപാട് നിന്നും എത്തുന്ന ഭയപ്പാടിൽ അവർ അന്തം വിട്ടുപോകും. വിചാരമില്ലാതെ ഒരു ബോധശൂന്യമായ ഹൃദയത്തോടൊപ്പം അങ്ങേയറ്റത്തെ തീക്ഷണവും അരോചകവുമായ രൂപത്തിൽ ഭയവും പേടിയും അതിവേഗം വന്ന് ആക്രമിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നാളുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.